യേശുക്രിസ്തു ക്രൂശീകരണത്തിനായി പിടിക്കപ്പെടുന്നതിന് മുമ്പേ അതേ രാത്രിയുടെ ആരംഭത്തിൽ പെസഹ അത്താഴം ഭക്ഷിച്ച ശേഷം അവൻ ശിഷ്യന്മാരോട് പറഞ്ഞ അവസാനത്തെ പ്രഭാഷണമാണ് അന്ത്യയാത്രാമൊഴി എന്ന് അറിയപ്പെടുന്നത്. ഇത് നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 31-ാം വാക്യം മുതൽ 17-ാം അധ്യായം അവസാനം വരെയുള്ള വേദഭാഗത്തെ വായിക്കാം. ഇതിന്റെ പശ്ചാത്തലം ഇതാണ്. പെസഹ അത്താഴവേളയിൽ യേശുക്രിസ്തു വീഞ്ഞിൽ മുക്കിയ അപ്പത്തിന്റെ ഒരു കഷ്ണം അവന്റെ ശിഷ്യനായിരുന്ന യൂദാ ഈസ്കര്യോത്യാവിന് നൽകി. അവൻ ഇത് സ്വീകരിച്ചതിന് ശേഷം യേശുവിനെ ഒറ്റുകൊടുക്കുവാനായി മുഖ്യ പുരോഹിതന്മാരെ കാണുവാനായി പോയി. യൂദാ പോയി കഴിഞ്ഞപ്പോൾ യേശു അന്ത്യയാത്രാമൊഴി പറഞ്ഞ് തുടങ്ങി. യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകൾ ആദ്യത്തെ 3 സുവിശേഷങ്ങളിൽ ഉപമകളിലൂടെയാണ് വിവരിക്കപ്പെടുന്നത്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ അത് പ്രഭാഷണങ്ങളിലൂടെയാണ് പ്രസ്താവിക്കപ്പെടുന്നത്. യോഹന്നാന്റെ സുവിശേഷത്തിൽ ആദ്യ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രഭാഷണങ്ങൾക്ക് അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും അകമ്പടിയുണ്ട്. അത് യേശു ക്രിസ്തു എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്നു. എന്നാൽ രണ്ടാമത്തെ ഭാഗം വ്യത്യസ്തമാണ്. ഇവിടെ നമ്മൾ പുതിയ കൽപ്പനയെക്കുറിച്ചും ക്രിസ്തു എന്ന ഏക വഴിയെക്കുറിച്ചും പരിശുദ്ധാത്മാവിന്റെ വരവിനെക്കുറിച്ചും യേശു പിതാവിന്റെ അടുക്കൽ പോകുന്നതിനെക്കുറിച്ചും നല്ല മുന്തിരിവള്ളിയെക്കുറിച്ചുമൊക്കെയുള്ള പ്രഭാഷണങ്ങളും യേശുക്രിസ്തുവിന്റെ മഹാപുരോഹിത പ്രാർത്ഥനയും വായിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ രണ്ടാമത്തെ ഭാഗത്തിന് യേശുവിന്റെ അന്ത്യയാത്രാമൊഴി എന്ന് വിശേഷിപ്പിക്കാം. ഇത്തരം അന്ത്യയാത്രാമൊഴി പറയുന്ന രീതി ഗ്രീക്കുകാർക്കിടയിലും എബ്രായർക്കിടയിലും നിലവിലുണ്ടായിരുന്നു. അപ്രകാരം പഴയ നിയമത്തിൽ യാക്കോബും മോശയും യോശുവയും ദാവീദും തങ്ങളുടെ മക്കളോടും ഇസ്രായേൽ ജനത്തോടും പ്രവചനാത്മകമായി സുദീർഘ പ്രഭാഷണം നടത്തുന്നുണ്ട്. ആവർത്തനം മൊത്തത്തിൽ മോശയുടെ അന്ത്യയാത്രാമൊഴികൾ ആയാണ് കണക്കാക്കപ്പെടുന്നത്. ഇത്തരം പ്രഭാഷണങ്ങൾക്ക് പൊതുവായ ചില സ്വഭാവങ്ങളുമുണ്ട്. ഇത് പറയുന്ന വ്യക്തിയുടെ മരണം ആസന്നമാണ് എന്നതിനാൽ കേൾവിക്കാരെ ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ അതിൽ നമുക്ക് കാണാവുന്നതാണ്. ഒരു വ്യക്തി മരിക്കുന്നതിന് മുമ്പ് പറയുന്ന അന്ത്യയാത്രാമൊഴികളിൽ ഭാവിയെക്കുറിച്ചുള്ള പ്രവചനങ്ങളുണ്ട് എന്ന വിശ്വാസം പഴയ നിയമകാലത്തുണ്ടായിരുന്നു. അന്ത്യയാത്രാമൊഴികളിൽ അനുഗ്രഹമോ ശാപമോ മുന്നറിയിപ്പുകളോ അദ്ദേഹത്തിന് ശേഷം ജീവിച്ചിരിക്കുന്നവർ എങ്ങനെ ജീവിക്കണമെന്ന നിർദ്ദേശങ്ങളോ ഉണ്ടായിരിക്കാം. യേശുവിന്റെ അന്ത്യ പ്രഭാഷണത്തിലും ഈ സവിശേഷതകൾ കാണാം. അത് പ്രഥമമായി അപ്പോൾ ശിഷ്യന്മാർ അഭിമുഖീകരിച്ച സാഹചര്യത്തെക്കുറിച്ചുള്ളതാണ്. അതിൽ ആത്മീയ മർമ്മങ്ങളും ഭാവിയെക്കുറിച്ചുള്ള പ്രവചനവും മുന്നറിയിപ്പുകളും ഉണ്ട്. എങ്കിലും ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. പ്രഭാഷണം പറയുന്ന യേശുവിന്റെ സാന്നിധ്യം മരണത്തിന് ശേഷവും പരിശുദ്ധാത്മാവായി നമ്മളോട് കൂടെ ഉണ്ട്. യേശു വീണ്ടും ജീവനോടെ തിരികെ വരികയും ചെയ്യും. യേശു നിത്യനായ ദൈവമാണ്. യേശുക്രിസ്തുവിന്റെ ഭൗതിക ശുശ്രൂഷയുടെയും ജീവിതത്തിന്റെയും അവസാന രാത്രിയാണത്. ഈ രാത്രി കഴിയുന്നതിന് മുമ്പേ അവൻ ക്രൂശിക്കപ്പെടുവാനായി പിടിക്കപ്പെടും. ശിഷ്യന്മാർ വലിയ ആശയക്കുഴപ്പത്തിലും നിരാശയിലും വേദനയിലും ഭയത്തിലുമാകും. അവരുടെ മുന്നിൽ ഭാവിയെക്കുറിച്ചുള്ള സംശയവും അനിശ്ചിതത്വവും മാത്രം അവശേഷിക്കും. എന്നാൽ അവർക്ക് പരിശുദ്ധാത്മാവിനെ കാര്യസ്ഥനായി ലഭിക്കും. അവർ സ്വർഗീയ സമാധാനത്താൽ നിറയും. അതിനുശേഷം അവരെ പ്രതികൂലമായ ഒരു ലോകത്തിലേക്ക് യേശുക്രിസ്തുവിന്റെ സാക്ഷികളാകുവാൻ അയക്കും. ഈ സാഹചര്യത്തിലെല്ലാം നിലനിൽക്കുവാനുള്ള രഹസ്യ മർമ്മം സ്നേഹമാണ്. ഇതെല്ലാമാണ് യേശു അവരോട് പറഞ്ഞത്. യേശുക്രിസ്തുവിന്റെ വാക്കുകൾ സമയബന്ധിതമല്ല. അത് അപ്പോൾ കേട്ടുകൊണ്ടിരുന്ന ശിഷ്യന്മാരോടും ഭാവിയിൽ അവനിൽ വിശ്വസിച്ച് അവന്റെ സഭയോട് ചേർന്ന് വരുന്ന എല്ലാവർക്കുമുള്ളതാണ്. യേശു പ്രഖ്യാപിച്ച ദൈവരാജ്യത്തിന് യോജ്യമായ ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുക എന്നതാണ് അന്ത്യയാത്രാമൊഴിയുടെ പ്രധാന ഉദ്ദേശ്യം. യേശുക്രിസ്തുവിന്റെ അന്ത്യയാത്രാമൊഴിയിൽ അവൻ ശിഷ്യന്മാരെ അവന്റെ മരണം, ഉയർപ്പ്, സ്വർഗാരോഹണം, പരിശുദ്ധാത്മ പകർച്ച, ശേഷം യേശുവിന്റെ സാക്ഷികളാകുക എന്നിവയ്ക്കായി ഒരുക്കുകയാണ്. ഞാൻ നിങ്ങളോടുകൂടെ വസിക്കുമ്പോൾ എന്ന വാക്കുകൾക്ക് ഈ അർത്ഥത്തിൽ വളരെ പ്രസക്തിയുണ്ട്. ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു എന്ന വാക്കുകൾ യേശുക്രിസ്തു അതുപോലെ തന്നെയോ അതേ ആശയത്തിലോ ആവർത്തിച്ചു പറയുന്നുണ്ട്. ഇത് അവൻ പറയുന്ന വാക്കുകൾ ശിഷ്യന്മാർ മറക്കാതെ എന്ന് ഓർക്കണം എന്ന് ധ്വനി നൽകുന്നു. അതായത് ഇതെല്ലാം ദൈവജനത്തിന് എന്നേക്കുമുള്ള ദൂതുകൾ ആണ്. യോഹന്നാൻ 13-ാം അധ്യായം 31-ാം വാക്യം മുതലാണ് യാത്രാമൊഴി ആരംഭിക്കുന്നത്. എങ്കിലും
13:1 യോഹന്നാൻ ഇതിന് ഒരു മുഖവുര പറയുന്നുണ്ട്. പെസഹ പെരുന്നാളിന് മുമ്പേ താൻ ഈ ലോകം വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നു എന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. ഈ വാക്യത്തിലെ ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു എന്ന വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് യേശുവിന്റെ യാത്രാമൊഴിയുടെ മുഖ്യ വിഷയം വേർപാടല്ല, സ്നേഹമാണ്. യേശു ക്രിസ്തു അവന്റെ ജീവിതത്തിലും മരണത്തിലും ലോകാവസാനം വരെയും നിത്യതയിലും അവനുള്ളവരെ സ്നേഹിക്കുന്നു. യാത്രാമൊഴി ആരംഭിക്കുന്നത് യോഹന്നാൻ 13:31 മുതൽ 38 വരെയുള്ള വാക്യങ്ങളോടെയാണ്. യൂദ ഇസ്കരിയോത്താവ് പോയ ശേഷം യേശു പറഞ്ഞത്, ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു, ദൈവവും അവനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു. യേശുവിന്റെ ക്രൂശ് മരണം അവന്റെയും പിതാവായ ദൈവത്തിന്റെയും മഹത്വപ്പെടുത്തൽ ആണ്. അത് വേഗം സംഭവിക്കും. അതിനാൽ ശിഷ്യന്മാർ തമ്മിൽ സ്നേഹിക്കണമെന്ന കൽപ്പന അവൻ അവർക്ക് കൊടുത്തു. ക്രിസ്തീയ വിശ്വാസികൾ മറ്റുള്ളവരിൽ നിന്നും വിഭിന്നരായിരിക്കേണ്ടത് അവരുടെ സ്നേഹം മൂലമായിരിക്കണം എന്ന് യേശു ആഗ്രഹിച്ചു. 36 വാക്യത്തിൽ യേശു പോകുന്ന ഇടത്തേക്ക് ഇപ്പോൾ അവർക്ക് അവനെ അനുഗമിക്കുവാൻ കഴിയുകയില്ല എന്നും എന്നാൽ പിന്നത്തേതിൽ നീ എന്നെ അനുഗമിക്കുമെന്നും പത്രോസിനോട് പറഞ്ഞു. ഇതിന് മറുപടിയായി ഞാൻ എൻ്റെ ജീവനെ നിനക്ക് വേണ്ടി വെച്ചു കളയുമെന്ന് പത്രോസ് പറഞ്ഞു. 38 വാക്യത്തിൽ യേശു പത്രോസിനോട് പ്രവചനമായി നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയുവോളം കോഴി കൂവയില്ല എന്ന് പറഞ്ഞു. ഇതോടെ 13-ാം അധ്യായം അവസാനിക്കുന്നു. ഇതിനുശേഷം യാത്രാമൊഴി സുദീർഘമായി 14 മുതൽ 15 വരെയുള്ള 4 അധ്യായങ്ങളിലായി തുടരുന്നു. യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണവും അവന്റെ മടങ്ങിവരവുമാണ് 14-ാം അധ്യായം 1 മുതൽ 31 വരെയുള്ള ഭാഗത്തെ വിഷയം. അവൻ പിതാവിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകുന്നു. സമാധാനം, സന്തോഷം എന്നീ വിഷയങ്ങളെക്കുറിച്ച് ഇവിടെയും മറ്റു ഭാഗങ്ങളിലും പറയുന്നുണ്ട്. യേശുവും പിതാവും തമ്മിലുള്ള ബന്ധവും ഈ ഭാഗത്തെ അവൻ വെളിപ്പെടുത്തുന്നു. യേശുവിനോടൊപ്പം അന്ത്യ അത്താഴത്തിന്റെ മേശയ്ക്ക് ചുറ്റുമായി ശിഷ്യന്മാർ ചാരിയിരിക്കുമ്പോഴാണ് യോഹന്നാൻ 14-ാം അധ്യായത്തിലെ വാക്കുകൾ യേശു പറയുന്നത്. ഈ അധ്യായം തുടങ്ങുന്നത് യേശുവിന്റെ ആശ്വാസ വാക്കുകൾ കൊണ്ടാണ്. യോഹന്നാൻ 14:1 നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. ഇതേ കാര്യം യേശു വീണ്ടും പറയുന്നതായി യോഹന്നാൻ അതേ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ 14:27 സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നയിച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. എന്തുകൊണ്ടാണ് യേശു ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞത്? ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹൃദയം കലങ്ങിപ്പോകത്തക്കവണ്ണം അനേക കാര്യങ്ങൾ അവരുടെ മനസ്സിലൂടെ പോകുന്നുണ്ട്. ഭാവിയിൽ അവന്റെ സഭയോട് ചേരുന്ന എല്ലാവരുടെയും അനുഭവങ്ങൾ ഈ ഭൂമിയിൽ എപ്പോഴും അനുകൂലം ആകണം എന്നില്ല. യേശു ഈ വാക്കുകൾ പറയുന്ന സന്ദർഭത്തിൽ ശിഷ്യന്മാർ അഭിമുഖീകരിക്കുവാൻ പോകുന്ന പ്രതികൂലങ്ങൾ എന്തൊക്കെ ആയിരിക്കാം? അവരിലൊരാൾ യേശുവിനെ ഒറ്റിക്കൊടുക്കുമെന്ന് യേശു പറഞ്ഞു കഴിഞ്ഞു. മാത്രവുമല്ല, യേശു ഈ ഭൂമിയിലെ ശുശ്രൂഷകൾ അവസാനിപ്പിച്ചിട്ട് പോവുകയാണ്. യേശു പോകുന്ന ഇടത്തേക്ക് അവർക്ക് അവനോടൊപ്പം അപ്പോൾ പോകുവാൻ കഴിയുകയില്ല. എങ്കിലും പിന്നത്തേതിൽ അവർക്ക് അവനെ അനുഗമിക്കുവാൻ കഴിയും. അതിൽ നിന്നും ശിഷ്യന്മാർക്ക് മനസ്സിലായി യേശു അവരിൽ നിന്നും ദൂരേക്ക് പോവുകയാണ്. അല്പസമയത്തിനകം അവർ അനാഥരെ പോലെയാകും. യേശു പറയുന്നത് സംഭവിക്കുമെങ്കിൽ അവൻ കൊല്ലപ്പെടും. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ ചിന്നിച്ചെതറും. യേശുവില്ലാത്ത ലോകം അവർക്ക് പ്രതികൂലമാണ്. എന്നാൽ അവരുടെ ഹൃദയം കലങ്ങിപ്പോകാതിരിക്കത്തക്കവണ്ണം പ്രത്യാശയുള്ള ഒരു ഭാവിയെക്കുറിച്ച് യേശു പറയുന്നുണ്ട്. 13-ാം അധ്യായം 36-ാം വാക്യത്തിൽ ഞാൻ പോകുന്നിടത്തേക്ക് നിനക്ക് ഇപ്പോൾ എന്നെ അനുഗമിക്കുവാൻ കഴിയുകയില്ല, പിന്നത്തേതിൽ നീ എന്നെ അനുഗമിക്കുമെന്ന് യേശു അവർക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. 14-ാം അധ്യായത്തിൽ യേശു എന്തിനാണ് പോകുന്നത് എന്നും എന്തുകൊണ്ടാണ് അവർ അല്പകാലത്തേക്ക് കാത്തിരിക്കേണ്ടത് എന്നും യേശു പറയുന്നു. യോഹന്നാൻ 14:2-3 വാക്യങ്ങൾ എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്നു നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. 2-ാം വാക്യത്തിലെ വാസസ്ഥലങ്ങൾ എന്നതിന് ഇംഗ്ലീഷിൽ കിങ് ജെയിംസ് വേർഷനിൽ മാൻഷൻസ് എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഇംഗ്ലീഷ് വാക്കിന്റെ അർത്ഥം കൊട്ടാരം, വലിയ വീട്, മാളിക എന്നിങ്ങനെയാണ്. അതിനാൽ സ്വർഗത്തിൽ ധാരാളം മഹാസൗധങ്ങളുണ്ട് എന്നും
യേശുക്രിസ്തു ഇപ്പോൾ അതെല്ലാം മോടിപിടിപ്പിക്കുന്ന തിരക്കിലാണ് എന്നും അത് പൂർത്തിയായാൽ വീണ്ടും വരുമെന്നും പഠിപ്പിക്കുന്നവർ നമ്മളുടെ ഇടയിൽ ഉണ്ട്. എന്നാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് മൂലപദത്തിന്റെ അർത്ഥം കൊട്ടാരങ്ങൾ എന്നല്ല, വാസസ്ഥലങ്ങൾ എന്നാണ്. അതായത് മലയാളത്തിലെ വിവർത്തനം ശരിയാണ്. ഇവിടെ വാസസ്ഥലങ്ങൾ എന്നതിന്റെ ഗ്രീക്ക് പദം മനേയ് എന്നാണ്. ഈ വാക്കിന് ഒരുവൻ താമസിക്കുന്ന സ്ഥലം എന്ന അർത്ഥമാണ് ഉള്ളത്. അതിനാൽ ഇംഗ്ലീഷിലെ ചില പരിഭാഷകളിൽ മുറികൾ, വാസസ്ഥലങ്ങൾ എന്നിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. താമസിക്കുവാനുള്ള സ്ഥലങ്ങൾ എന്നാണ് ഇതിന്റെ എല്ലാം അർത്ഥം. എന്താണ് ഈ വാസസ്ഥലങ്ങൾ? യേശുവിന്റെ കാലത്ത് യെരുശലേം ദേവാലയത്തിൽ എത്തുന്ന ചില വിശ്വാസികൾക്ക് പുരോഹിതന്മാർ വ്യക്തിപരമായ ഉപദേശം നൽകുന്ന പതിവ് ഉണ്ടായിരുന്നു. അതിനായി ദേവാലയത്തിന്റെ ചുറ്റുമതിലിനുള്ളിൽ അതിനോട് ചേർന്ന് ചില സ്ഥലങ്ങൾ ക്രമീകരിച്ചിരുന്നു. അതിനെ വാസസ്ഥലങ്ങൾ എന്ന് വിളിച്ചിരുന്നു. പടയാളികൾ താൽക്കാലികമായി താമസിക്കുവാൻ നിർമ്മിക്കുന്ന കൂടാരങ്ങളെ കുറിച്ച് പറയുവാനും ഇതേ ഗ്രീക്ക് പദം തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് യേശു സ്വർഗത്തിലുള്ള വീടുകളെയോ കൊട്ടാരങ്ങളുടെയോ കാര്യമല്ല പറയുന്നത്. യേശുവിന്റെ വാക്കുകളുടെ ഉദ്ദേശം ദൈവാലയത്തെക്കുറിച്ചോ അവിടെയുള്ള വാസസ്ഥലങ്ങളെ കുറിച്ചോ പറയുവാനും അല്ല, എങ്കിലും അവൻ പാർക്കുവാനുള്ള സ്ഥലത്തെക്കുറിച്ചോ ഇടത്തെക്കുറിച്ചോ ആകാം സൂചിപ്പിച്ചത്. അത് ക്രിസ്തുവിനോടൊപ്പമുള്ള വാസം ആണ്. പരിഭ്രമിച്ചു നിൽക്കുന്ന തന്റെ ശിഷ്യന്മാർക്ക് അവൻ ധൈര്യവും പ്രത്യാശയും നൽകുകയാണ്. അവൻ പോകും, എന്നാൽ തിരികെ വരും, അവരെ അവനോടൊപ്പം ചേർത്തുകൊള്ളും. അവൻ ഒരിക്കലും അവരെ കൈവിടുകയില്ല. അവരെ ചേർക്കുവാൻ ആവശ്യമായ വാസസ്ഥലം സ്വർഗത്തിൽ ഉണ്ട്. യേശുവിന്റെ തുടർന്നുള്ള വാക്കുകളിൽ ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ എന്നതിൽ മുമ്പേ പോകുക എന്ന ആശയമാണ് ഉള്ളത്. ഒരു ചെറിയ കൂട്ടം പടയാളികൾ തങ്ങളുടെ പിന്നാലെ വരുന്നവർക്കായി വഴിയൊരുക്കുവാനായി മുമ്പേ പോകുന്നതിന് തുല്യമായ ഒരു ആശയം ആണിത്. ഇത് ഗ്രീക്ക് ഭാഷയുടെ സംസാര രീതിയിലുള്ള ആശയമാണ്. അതായത് യേശു ശിഷ്യന്മാർക്ക് മുമ്പേ പോകുന്നു, അവൻ പോയി അവിടെ ശിഷ്യന്മാർക്കായി വാസസ്ഥലം ഒരുക്കും. അതിനുശേഷം അവിടെ താമസിക്കുവാനായി അവരെ വന്ന് കൂട്ടിക്കൊണ്ട് പോകും. യോഹന്നാൻ 14:1-2-3 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യേശുവിന്റെ വാക്കുകളിൽ നിന്നും ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന നമ്മൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ഒന്ന്, കലങ്ങിപ്പോകത്തക്കവണ്ണമുള്ള സംഭവങ്ങൾ വരുവാൻ പോകുന്നു. രണ്ട്, അവ കാണുമ്പോഴും അവയിലൂടെ കടക്കേണ്ടി വരുമ്പോഴും നമ്മൾ ഓർക്കേണ്ടുന്ന ഒരു പ്രത്യാശയുണ്ട്. നമ്മുടെ കർത്താവ് നമ്മളെ അവനോടുകൂടെ ചേർക്കുവാനായി തിരികെ വരും. ഒന്ന്, പ്രവചനാത്മകമായ ഒരു മുന്നറിയിപ്പാണ്. രണ്ട്, ആശ്വാസവും പ്രത്യാശയും ആണ്. യേശുക്രിസ്തു പറഞ്ഞ 7 ഞാനാകുന്നു എന്ന പ്രസ്താവനകൾ യോഹന്നാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ 2 യേശുവിന്റെ അന്ത്യയാത്രാ മൊഴിയിലാണ് ഉള്ളത്. ഞാനാകുന്നു പ്രസ്താവനകളിൽ ഞാനാകുന്നു, അത് ഞാനാണ്, ഞാൻ മാത്രമാണ്, മറ്റാരും സത്യമല്ല എന്നിങ്ങനെയുള്ള വിവിധ അർത്ഥങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഞാനാകുന്നു എന്നത് ഞാനല്ലാതെ മറ്റാരും ഇല്ല എന്ന ധ്വനി നൽകുന്നു. മറ്റൊരു ദേവന്റെയോ മനുഷ്യന്റെയോ അവകാശവാദങ്ങളെ അത് റദ്ദാക്കുന്നു. യേശുക്രിസ്തു പറഞ്ഞ 6ാമത്തെ ഞാനാകുന്നു പ്രസ്താവന യോഹന്നാൻ 14:6 രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഈ പ്രസ്താവനയുടെ പശ്ചാത്തലം ഇങ്ങനെയാണ്. തന്റെ പിതാവായ ദൈവത്തിന്റെ അടുക്കൽ സ്വർഗത്തിലേക്ക് തിരികെ പോകുവാനുള്ള സമയം സമീപിച്ചിരിക്കുന്നു എന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു. അത് കേട്ട അവർ ആശയക്കുഴപ്പത്തിലായി. യേശു യഹൂദന്മാരുടെ ശത്രുക്കളെ തോൽപ്പിച്ച് ഒരു യഹൂദ രാജ്യം സ്ഥാപിക്കുമെന്നാണ് അവർ കരുതിയത്. ഇപ്പോൾ അവൻ പറയുന്നു അവൻ സ്വർഗത്തിലേക്ക് തിരികെ പോവുകയാണ്. അവർ നിരാശരും ദുഃഖിതരുമായി. അതിനാൽ അവരെ ആശ്വസിപ്പിക്കുവാൻ യേശു ചില ആത്മീയ മർമ്മങ്ങൾ വെളിപ്പെടുത്തി. യേശു അവർക്കായി ഒരു സ്ഥലം ഒരുക്കുവാൻ പോകുകയാണ്. സ്ഥലം ഒരുക്കിയാൽ അവൻ വീണ്ടും വരും, അവരെ കൂട്ടിക്കൊണ്ടു പോകും. പിന്നെ അവർ യേശു വസിക്കുന്ന ഇടത്ത് അവനോടൊപ്പം നിത്യമായി വസിക്കും. അതിനാൽ അവരുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, അവർ നിരാശപ്പെടരുത്. ഇതിനുശേഷം യേശു പറഞ്ഞു, ഞാൻ പോകുന്ന ഇടത്തേക്കുള്ള വഴി നിങ്ങൾ അറിയുന്നു. ഇത് അവരുടെ ആശയക്കുഴപ്പത്തെ വർദ്ധിപ്പിച്ചു. അതിനാൽ യേശുവിന്റെ ശിഷ്യനായിരുന്ന തോമസ് അവനോട്, കർത്താവേ, നീ എവിടെ പോകുന്നു എന്ന് ഞങ്ങൾ അറിയുന്നില്ല, പിന്നെ വഴി എങ്ങനെ അറിയുമെന്ന് പറഞ്ഞു. ഇതിന് മറുപടിയായിട്ടാണ് യേശു പറഞ്ഞത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. യേശു എവിടേക്ക് പോകുന്നുവോ അവിടേക്കുള്ള വഴിയും അവൻ തന്നെയാണ്. അവൻ അവന്റെ പിതാവായ ദൈവത്തിന്റെ അടുക്കിലേക്കാണ് പോകുന്നത്. അവിടേക്കുള്ള ഏക വഴി യേശു മാത്രമാണ്. യേശു മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല.
അന്ത്യയാത്രാമൊഴി യേശു സംസാരിക്കുന്ന രാത്രി മുതൽ സംഭവിക്കുവാനിരിക്കുന്ന കാര്യങ്ങൾ ശിഷ്യന്മാർക്ക് പ്രതികൂലമാണ്. അതിൽ അവരുടെ ഹൃദയം കലങ്ങിപ്പോകുവാൻ സാധ്യതയുണ്ട്. അതിനാൽ അവരുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്ന് യേശു ഉപദേശിച്ചു. അവന്റെ സ്വർഗീയമായ സമാധാനം അവൻ ശിഷ്യന്മാർക്ക് നൽകി. യോഹന്നാൻ 14:1-27 വാക്യങ്ങൾ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. കുറച്ചു സമയം കഴിഞ്ഞാൽ അവൻ ക്രൂശിക്കപ്പെടും. പിന്നെ ലോകം അവനെ കാണുകയില്ല. എന്നാൽ ശിഷ്യന്മാർ വീണ്ടും അവനെ കാണും. അവൻ ജീവിക്കുന്നത് കൊണ്ട് അവരും ജീവിക്കും. യേശു ഒരിക്കലും അവരെ അനാഥരായി കൈവിടുകയില്ല. യോഹന്നാൻ 14:18 വാക്യത്തിലെ ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്ന വാക്തത്വം പരിശുദ്ധാത്മാവിന്റെ പകർച്ചയെക്കുറിച്ചാണ്. യേശു ക്രിസ്തു പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്നതിനാൽ അവൻ പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ അയക്കും. പരിശുദ്ധാത്മാവ് സത്യത്തിന്റെ ആത്മാവാണ്. അവൻ എന്നേക്കും അവരോടുകൂടെ ഇരിക്കും. പരിശുദ്ധാത്മാവ് സകലവും ഉപദേശിച്ചു തരികയും യേശു അവരോട് പറഞ്ഞതൊക്കെയും അവരെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. യോഹന്നാൻ 14:1-31 വരെയുള്ള വാക്യങ്ങളിൽ യേശു ക്രിസ്തു ശിഷ്യന്മാരെ ആശ്വസിപ്പിക്കുകയും അവന്റെ തുടർച്ചയായ സാന്നിധ്യം ഉറപ്പു നൽകുകയും ചെയ്യുന്നു. പരിശുദ്ധ ആത്മാവ് സത്യത്തിന്റെ ആത്മാവ് എന്ന കാര്യസ്ഥനാണ്. അവൻ അവരെ സകല സത്യത്തിലേക്കും വഴി നടത്തും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ അവർക്ക് 3 അനുഗ്രഹങ്ങൾ അനുഭവിക്കുവാൻ കഴിയും. 1, യേശു ക്രിസ്തുവിന്റെ തുടർച്ചയായ സാന്നിധ്യം. 2, അവരിൽ സ്ഥിരമായി വസിക്കുന്ന സകല സത്യത്തിലേക്കും വഴി നടത്തുന്ന ഒരു ഉപദേഷ്ടാവ്. 3, യേശു ചെയ്തതിലും വലിയ കാര്യങ്ങൾ അവർക്ക് ചെയ്യുവാൻ കഴിയും. 28 വാക്യത്തിൽ യേശു എങ്ങോട്ട് പോകുന്നു എന്ന് അവൻ വ്യക്തമാക്കുന്നുണ്ട്. അവൻ പിതാവായ ദൈവത്തിന്റെ അടുക്കിലേക്കാണ് പോകുന്നത്. പിതാവ് അവനേക്കാൾ വലിയവനാണ്. അതിനാൽ ശിഷ്യന്മാർ സന്തോഷിക്കാത്രേ വേണ്ടത്. 14 അധ്യായത്തിൽ അന്ത്യയാത്രാമൊഴിയിലെ മുഖ്യ വിഷയമായ സ്നേഹത്തെക്കുറിച്ച് യേശു വളരെ സംസാരിക്കുന്നുണ്ട്. യോഹന്നാൻ 14:15 നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിലും എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. 14:23 യേശു അവനോട് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും. എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും. ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോടുകൂടെ വാസം ചെയ്യും. യോഹന്നാൻ 14:15, 21, 23 എന്നീ വാക്യങ്ങളിൽ നമ്മൾ യേശുവിനെ സ്നേഹിക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. യേശുവിനുള്ള സ്നേഹം പ്രകടമാകുന്നത് അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതിലൂടെയാണ്. അവന്റെ കൽപ്പനകൾ പ്രമാണിക്കാത്തവർ അവനെ സ്നേഹിക്കുന്നവരല്ല. സ്നേഹം പ്രവൃത്തികളാൽ പ്രകടമാക്കപ്പെടുന്നതാണ്. സ്നേഹത്തിന് അതിൻ്റെതായ പ്രവൃത്തി ഉണ്ടാകും. അത് യേശുവിൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുക എന്നതാണ്. ഈ വാക്യങ്ങളിൽ യേശുവിനെ സ്നേഹിക്കുന്നവർക്ക് ചില വാഗ്ദത്തങ്ങൾ അവൻ നൽകുന്നുണ്ട്. അവരെ പിതാവായ ദൈവം സ്നേഹിക്കും. യേശു അവരെ സ്നേഹിച്ച് അവർക്ക് അവനെ വെളിപ്പെടുത്തും. യേശുവും പിതാവായ ദൈവവും അവരുടെ അടുക്കൽ വന്ന് അവരുടെ കൂടെ വാസം ചെയ്യും. യോഹന്നാൻ 14:15 നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളുമെന്ന് പറഞ്ഞതിന് ശേഷം 16 വാക്യത്തിൽ സത്യത്തിന്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും എന്നൊരു വാഗ്ദത്തവും നൽകുന്നു. യോഹന്നാൻ 15:1-17 വരെയുള്ള വാക്യങ്ങളിൽ യേശു ഈ മുന്തിരിവള്ളിയും അതിന്റെ ശാഖകളും തമ്മിലുള്ള ബന്ധത്തെ ഒരു രൂപകമായി എടുത്തുകൊണ്ട് അവനും ശിഷ്യന്മാരും തമ്മിലുള്ള ബന്ധത്തെ മനോഹരമായി വിശദീകരിക്കുന്നു. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും എൻ്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു എന്നത് യേശു ക്രിസ്തു പറഞ്ഞതായി യോഹന്നാൻ രേഖപ്പെടുത്തിയിരിക്കുന്ന ഞാനാകുന്നു പ്രസ്താവനകളിൽ 7ാമത്തേത് ആണ്. മുന്തിരിവള്ളിയും കൊമ്പും യേശുവിന് ശിഷ്യന്മാരുള്ള സ്നേഹത്തിന്റെ പ്രതീകമാണ്. ഇതിൽ 3 വ്യക്തികളാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. പിതാവായ ദൈവം തോട്ടക്കാരനും യേശു ക്രിസ്തു മുന്തിരിവള്ളിയും ശിഷ്യന്മാർ കൊമ്പുകളും ആണ്. മുന്തിരിവള്ളി ക്രിസ്തുവിന്റെ സഭയുടെ ജീവന്റെ ഏക സ്രോതസ്സാണ്. ഒരു മുന്തിരിവള്ളിയുടെ കൊമ്പ് എന്ന നിലയിൽ ശിഷ്യന്മാർ തമ്മിൽ സ്നേഹിക്കണം എന്ന കൽപ്പന യേശു ഇവിടെ പറയുന്നു. മുന്തിരിവള്ളിയുടെ രൂപകം ശിഷ്യന്മാർ ക്രിസ്തുവിൽ വസിക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് വെളിപ്പെടുത്തുന്നത്. യേശു ക്രിസ്തു സ്നേഹിച്ചതുപോലെ അന്യോന്യം സ്നേഹിക്കുവാൻ അവൻ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. ശിഷ്യന്മാർ എന്നത് യേശുവിൽ വിശ്വസിച്ച് അവന്റെ സഭയോട് ചേരുന്ന എല്ലാവരുമാണ്. പിതാവായ ദൈവവും യേശു ക്രിസ്തുവും തമ്മിലുള്ള സ്നേഹമാണ് നമ്മൾ അന്യോന്യം സ്നേഹിക്കണം എന്നതിൻ്റെ മാതൃക. മുന്തിരിവള്ളിയും കൊമ്പും ക്രിസ്തുവും
അവനിൽ വിശ്വസിക്കുന്നവരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ എങ്ങനെയാണ് ക്രിസ്തുവിലും വിശ്വാസത്തിലും നിലനിൽക്കുന്നത് എന്നും നമ്മളും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തിന്റെ ദൃഢതയെക്കുറിച്ചും യേശു പറയുന്നുണ്ട്. അതിനെ ഇങ്ങനെ ലളിതമായി വിശദീകരിക്കാം. യേശു മുന്തിരിവള്ളിയാണ്. അതിനോട് ചേർന്ന് വളരുന്ന ശാഖകൾക്ക് ജീവനുണ്ടാകും. അവ വളരെ ഫലം പുറപ്പെടുവിക്കും. യേശുവിന്റെ ഈ പ്രസ്താവനയിൽ നിന്നും 3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, യേശുവാണ് മുന്തിരിവള്ളി, അവനാണ് തായ് വൃക്ഷം. നമ്മൾ ആ മുന്തിരിവള്ളിയിൽ ചേർന്ന് വളരുന്ന ശാഖകളാണ്. ഒരു ശാഖയും അതിന്റെ തായ് വൃക്ഷത്തോട് ചേർന്ന് നിൽക്കാതെ ജീവിക്കുകയില്ല. ജീവൻ തായ് വൃക്ഷത്തിലാണ്. അവിടെ നിന്നുമാണ് ശാഖകൾക്ക് ജീവൻ ലഭിക്കുന്നത്. അതിനാൽ ഒരു ശാഖയും സ്വയമേ ജീവിക്കുന്നില്ല. രണ്ടാമത്, തായ് വൃക്ഷത്തിൽ നിന്നും ഒരു ശാഖ അടർന്നു മാറിയാൽ അതിന് ജീവൻ ഇല്ലാതെയായി ഉണങ്ങിപ്പോകും. ഉണങ്ങിപ്പോയ ശാഖകൾ തീയിലിടുവാൻ മാത്രമേ ഉപകരിക്കൂ. അത് തീയിൽ വെന്ത് ചാരമായി തീരും. മൂന്നാമത്, മുന്തിരിവള്ളിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖകൾ ഫലം കായ്ക്കുന്നു. ഫലമില്ലാത്ത ശാഖകൾ തായ് വൃക്ഷത്തോട് ചേർന്ന് നിൽക്കാത്തവയാണ്. മുന്തിരിവള്ളിയോട് ചേർന്ന് നിൽക്കാതെ ശാഖകൾക്ക് ഫലം കായ്ക്കുവാൻ സാധ്യമല്ല. കാരണം ഫലം ശാഖയുടേതല്ല, അത് മുന്തിരിവള്ളിയുടേതാണ്. ഫലം കൊണ്ട് വൃക്ഷത്തെയാണ് തിരിച്ചറിയുന്നത്, ശാഖയല്ല. ഫലം ശാഖയുടെ വ്യക്തിത്വമല്ല, അത് വൃക്ഷത്തിന്റെ സത്വമാണ്. ശാഖകൾ മുന്തിരിവള്ളിയോട് ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ അത് ഫലം കായ്ക്കുന്നവയായിരിക്കണം. ഫലമില്ലാത്ത ശാഖകളെ ഛേദിച്ച് കളയും. ക്രിസ്തുവിൽ വസിക്കുക എന്നതാണ് ശിഷ്യന്റെ കടമ. അതിന്റെ സാരം ക്രിസ്തുവിനെ സ്നേഹിക്കുക എന്നതാണ്. ഒരു മുന്തിരിവള്ളിയുടെ കൊമ്പുകൾ വള്ളിയോട് ചേർന്ന് നിൽക്കുന്നത് അതിന്റെ ജീവന്റെ ആവശ്യമാണ്. അതുപോലെ ക്രിസ്തുവിനോടുള്ള സ്നേഹം അവനിൽ വസിക്കുന്നതിന് അനിവാര്യമാണ്. ക്രിസ്തീയ വിശ്വാസികൾ അന്യോന്യം സ്നേഹിക്കുന്നവരും ആയിരിക്കണം. യേശുവിനെ സ്നേഹിക്കുക, അവന്റെ കൽപ്പനകൾ പ്രമാണിക്കുക, അവരെ ശിഷ്യന്മാർ തമ്മിൽ സ്നേഹിക്കുക. ഇതാണ് യേശുവിന്റെ ശിഷ്യത്വത്തിന്റെ മാതൃക. പിതാവും യേശുവും ശിഷ്യന്മാരും തമ്മിലുള്ള ഈ ബന്ധം മഹാപുരോഹിത പ്രാർത്ഥനയിലും യേശു പറയുന്നുണ്ട്. അത് പിതാവായ ദൈവത്തിൽ നിന്നും യേശുക്രിസ്തുവിലൂടെ അവന്റെ ശിഷ്യന്മാരിലേക്ക് പകരപ്പെടുന്ന സ്നേഹത്തിന്റെ ബന്ധമാണ്. ഈ സ്നേഹബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ യേശു ശിഷ്യന്മാരെ സ്നേഹിതർ എന്ന് വിളിക്കുന്നു. ഈ ബന്ധത്തെ യേശു ഇവിടെ നിർവചിക്കുന്നുണ്ട്. സാധാരണയായി യജമാനൻ ചെയ്യുന്നത് എന്ത് എന്ന് ദാസൻ മുൻകൂട്ടി അറിയണമെന്നില്ല. എന്നാൽ ഇപ്പോൾ യേശു പിതാവിൽ നിന്നും കേട്ട് അറിഞ്ഞതെല്ലാം ശിഷ്യന്മാരെ അറിയിച്ചിരിക്കുന്നു. അതിനാൽ പിതാവായ യജമാനന്റെ പദ്ധതികൾ ഇനി ശിഷ്യന്മാർക്ക് മറഞ്ഞിരിക്കുന്നില്ല. അതിനാൽ അവർ ഇനി ദാസന്മാരല്ല, സ്നേഹിതന്മാർ അത്രേ. മുന്തിരിവള്ളിയുടെ രൂപകം അവസാനിക്കുമ്പോൾ ശിഷ്യന്മാർക്ക് ലോകത്തിൽ നിന്നും പ്രതീക്ഷിക്കാവുന്ന പ്രതികൂലങ്ങളെ കുറിച്ച് യേശു പറയുന്നു. ക്രൂശിക്കപ്പെടുവാൻ പോകുന്ന യേശുവിനോട് അനുരൂപമാകുക, അല്ലെങ്കിൽ അവനോട് ഒന്നായിത്തീരുക എന്നത് അവന് ലോകത്തിൽ നിന്നും ലഭിച്ച വെറുപ്പും പീഡനവും നിന്ദയും പരിഹാസവും സ്വീകരിക്കുവാൻ തയ്യാറാകുക എന്നതാണ്. യേശുക്രിസ്തു കൊല്ലപ്പെട്ടതുപോലെ അതേ രീതിയിലോ മറ്റൊരു രീതിയിലോ അവന്റെ ശിഷ്യന്മാരും കൊല്ലപ്പെട്ടേക്കാം. യേശുക്രിസ്തു എന്തുകൊണ്ട് പീഡിപ്പിക്കപ്പെട്ടുവോ അതേ കാരണം കൊണ്ട് അവന്റെ ശിഷ്യന്മാരും പീഡിപ്പിക്കപ്പെടും. ലോകം യേശുക്രിസ്തുവിനെ സ്വീകരിച്ചില്ല, അവനെ പകച്ചു, അവനെ ഉപദ്രവിച്ചു. ദാസന്മാർ യജമാനന് ലഭിച്ചതിനേക്കാൾ മെച്ചപ്പെട്ട അനുഭവങ്ങൾ ഈ ലോകത്തിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട. അതായത് ലോകം നമ്മളെ സ്വീകരിക്കുകയില്ല, അത് നമ്മളെ പകയ്ക്കും, ഉപദ്രവിക്കും. 21-ാം വാക്യത്തിൽ യേശു പറയുന്നു, എങ്കിലും എന്നെ അയച്ചവനെ അവർ അറിയായക കൊണ്ട് എൻ്റെ നാമനിമിത്തം ഇതൊക്കെയും നിങ്ങളോട് ചെയ്യും. ലോകത്തിൽ നിന്ന് ഉപദ്രവങ്ങൾ അനുഭവിക്കുന്നതിന്റെ മധ്യത്തിൽ ശിഷ്യന്മാർക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ച് അവൻ യേശുവിന്റെ സാക്ഷികൾ ആകണം. പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ അവർക്ക് ആശ്വാസപ്രദായകൻ ആയിരിക്കും. യോഹന്നാൻ 16:4 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ അന്ത്യയാത്രാ മൊഴിയുടെ അവസാന ഭാഗമാണ്. ഇവിടെ യേശുക്രിസ്തു ഭൂമിയിൽ നിന്നും പോകുന്നതിന്റെ 3 പ്രയോജനങ്ങൾ അവൻ പറയുന്നുണ്ട്. 1, പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥനെ ലഭിക്കും. 2, യേശുവിന്റെ സാന്നിധ്യത്തിൽ സന്തോഷമുണ്ടാകും. 3, പിതാവിന്റെ സന്നിധിയിലേക്ക് പ്രവേശനം ലഭിക്കും. പരിശുദ്ധാത്മാവ് 2 ശുശ്രൂഷകൾ നിവർത്തിക്കും. 1, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും. യോഹന്നാൻ 16:8-ലും 11-ലും ന്യായവിധി എന്ന് പറയുവാൻ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് ക്രീസീസ് എന്നാണ്. ഈ വാക്കിന്റെ അർത്ഥം വിധിന്യായം, നിത്യനാശം, കുറ്റം ചുമത്തൽ, അപരാധ നിർണയം, ശിക്ഷിക്കൽ എന്നിവയാണ്.
അതായത് പരിശുദ്ധാത്മാവ് നിത്യശിക്ഷാവിധിയെക്കുറിച്ച് ലോകത്തിന് ബോധം വരുത്തും. പരിശുദ്ധാത്മാവ് ചെയ്യുന്ന രണ്ടാമത്തെ ശുശ്രൂഷ ഇതാണ്. പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരെ വഴി നടത്തുന്നതിലൂടെ യേശുവിനെ മഹത്വപ്പെടുത്തും. തുടർന്ന് യേശുക്രിസ്തു പറഞ്ഞു, അവന്റെ താൽക്കാലിക വേർപാടിൽ ശിഷ്യന്മാർ ദുഃഖിക്കും, ലോകം സന്തോഷിക്കും. എന്നാൽ അവരുടെ ദുഃഖം പിന്നീട് സന്തോഷമായി മാറും. അവരുടെ സന്തോഷം ആരും അവരിൽ നിന്നും എടുത്തു കളയുകയില്ല. യേശുക്രിസ്തുവിന്റെ താൽക്കാലിക വേർപാടിൽ ശിഷ്യന്മാർ ദുഃഖിക്കും, എന്നാൽ അവന്റെ ഉയർപ്പിൽ അവർ വീണ്ടും അവനെ ജീവിക്കുന്നവനായി കാണും. പരിശുദ്ധാത്മാവിന്റെ സഹവാസത്തിൽ യേശുവിന്റെ കൂട്ടായ്മ അവർ അനുഭവിക്കും. അവന്റെ രണ്ടാമത്തെ വരവിൽ അവർ അവനോടൊപ്പം നിത്യമായി ചേർക്കപ്പെടും. പിന്നീട് അവർ അവരുടെ കഷ്ടം ഓർക്കുകയില്ല, അവരുടെ സന്തോഷം നിത്യമായിരിക്കും. യേശുക്രിസ്തു പിതാവിന്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോയിക്കഴിഞ്ഞാൽ അവനിൽ വസിക്കുന്നവർക്ക് ലഭിക്കുന്ന ഒരു വലിയ അനുഗ്രഹം അവർക്ക് പ്രാർത്ഥനയിൽ പുതിയ അധികാരങ്ങൾ ഉണ്ടാകും എന്നതാണ്. യോഹന്നാൻ 16:23-24 വാക്യങ്ങളിൽ യേശു വാഗ്ദത്തം ചെയ്തത് ഇതൊക്കെയാണ്. അവർക്ക് പിതാവായ ദൈവത്തോട് അപേക്ഷിക്കുവാൻ അവകാശം ലഭിക്കും. പിതാവ് അതെല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവർക്ക് നൽകും. അവരുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം അവർക്ക് ലഭിക്കും. യോഹന്നാൻ 15:18 മുതൽ 16:33 വരെയുള്ള വാക്യങ്ങളിൽ ലോകത്തിൽ നിന്നും ലഭിക്കുവാനിടയുള്ള പ്രതികൂലങ്ങൾ അഭിമുഖീകരിക്കുവാൻ യേശു ശിഷ്യന്മാരെ ബലപ്പെടുത്തുകയായിരുന്നു. ലോകം യേശുവിനെ പകച്ചു എന്നതിനാൽ അവന്റെ ശിഷ്യന്മാരെയും പകയ്ക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഭാഗം ആരംഭിക്കുന്നത്. അവർ എന്നെ ഉപദ്രവിച്ചു എങ്കിൽ നിങ്ങളെ ഉപദ്രവിക്കൂ എന്നാണ് യേശു പറഞ്ഞത്. അവസാനിക്കുന്നത് ലോകത്തിൽ അവർക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവീൻ എന്ന പ്രചോദന വാക്കുകൾ കൊണ്ടാണ്. യോഹന്നാൻ 16:33 3 കാര്യങ്ങൾ യേശു പറയുന്നുണ്ട്. 1, യേശുവിൽ വിശ്വസിക്കുന്നവർക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്. 2, യേശു ലോകത്തെ ജയിച്ചിരിക്കുന്നു. 3, നമ്മൾ ധൈര്യപ്പെടണം, നമ്മൾക്ക് യേശുവിൽ സമാധാനം ഉണ്ടാകണം. യേശുക്രിസ്തുവിന്റെ അന്ത്യയാത്രാ മൊഴി അവന്റെ ക്രൂശീകരണത്തിന്റെ ആമുഖമാണ്. അതിനാൽ അവൻ പറഞ്ഞ കഷ്ടം ക്രൂശീകരണത്തിന്റെ അനുഭവമാണ്. യേശുവും ലോകവും എപ്പോഴും 2 ധ്രുവങ്ങളിൽ നിന്നിരുന്നു. യേശു ലോകത്തോടോ ലോകം യേശുവിനോടോ അനുരൂപപ്പെട്ടില്ല. ലോകം എപ്പോഴും അവനെ ശത്രുവായി കണ്ടു. ഇതാണ് യേശു പറഞ്ഞ ലോകത്തിലെ കഷ്ടം. യോഹന്നാൻ 16:33 യേശു പറഞ്ഞു, ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ട്, എന്നാൽ അവൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഇതൊരു സന്തോഷ വാർത്തയാണ്. എന്ത് ജയത്തെക്കുറിച്ചാണ് യേശു ഇവിടെ പറയുന്നത്? അവൻ ജയിച്ച ജയം എന്തായിരുന്നു? യേശു ലോകത്തിൽ യാതൊരു ഭൗതിക സമ്പത്തും നേടിയില്ല. അവൻ നിലങ്ങളെയോ കളപ്പുരകളോ കൂട്ടിവെച്ചില്ല. അവൻ മണിമാളികകൾ പണിതില്ല. അവൻ ഭൗതിക തലത്തിൽ യുദ്ധങ്ങൾ ചെയ്തില്ല. അവൻ രാജാക്കന്മാരെ തോൽപ്പിക്കുകയോ രാജ്യങ്ങളെ പിടിച്ചെടുക്കുകയോ ചെയ്തില്ല. അവൻ മതങ്ങളെയോ തത്വസംഹിതകളെയോ ആരംഭിച്ചില്ല. അപ്പോൾ അവൻ എന്ത് ജയമാണ് നേടിയത്? യോഹന്നാൻ 16:33 ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞപ്പോൾ അവൻ അർത്ഥമാക്കിയത് അവൻ പിശാചിനെ ജയിച്ച ജയത്തെ കുറിച്ചാണ്. അതിന്റെ നിവൃത്തിയോ ക്രൂശിലെ മരണത്തിൽ ആയിരുന്നു. മറ്റൊരു ജയവും യേശുവിന് അവകാശപ്പെടുവാൻ ഇല്ലായിരുന്നു. ലോകത്തിൽ നമുക്കുണ്ടാകുവാൻ ഇടയുള്ള കഷ്ടങ്ങളുടെ പരിഹാരം യേശു ലോകത്തിന്റെ മേൽ നേടിയ ജയമാണ്. അത് ഭൗതിക വസ്തുവകകളുടെ സമ്പാദ്യമല്ല. യേശുവിന്റെ ജയം ഭൗതികതയുടെ നിരാസമാണ്. യേശുവിന്റെ ജയം പിശാചുമായുള്ള ആത്മീയ പോരാട്ടത്തിലെ അന്തിമ ജയമാണ്. ഈ ജയമാണ് അവൻ ശിഷ്യന്മാർക്കും നമ്മൾക്ക് എല്ലാവർക്കും വാഗ്ദത്തം ചെയ്തത്. എന്തുകൊണ്ട് നമ്മൾ ഈ ലോകത്തെ ജയിക്കണമെന്ന് യേശു അന്ത്യയാത്രാ മൊഴിയിൽ പറയുന്നുണ്ട്. യേശു നമ്മളെ തെരഞ്ഞെടുത്തതിനാൽ നമ്മൾ ലോകക്കാർ അല്ലാതെയായി മാറി. അതിനാൽ ലോകം നമ്മളെ പകയ്ക്കും. നമുക്കിനി ഒരിക്കലും ലോകത്തോട് അനുരൂപരായി ജീവിക്കുവാൻ സാധ്യമല്ല. അതിനാൽ ലോകത്തെ ജയിക്കുക എന്നത് നമ്മുടെ മുന്നിലുള്ള ഒരു തെരഞ്ഞെടുപ്പല്ല, അത് അനിവാര്യതയാണ്. നമ്മൾ ലോകത്തെ ജയിച്ചേ മതിയാകും. ഇവിടെയാണ് യേശുവിന്റെ ജയത്തിന്റെ പ്രാധാന്യം വെളിവാകുന്നത്. നമുക്ക് സ്വയം ലോകത്തെ ജയിക്കുവാൻ സാധ്യമല്ല, എന്നാൽ നമ്മൾ ലോകത്തെ ജയിച്ചേ മതിയാകും. അതിനാൽ യേശു പാപമൊഴികെ സകലത്തിലും നമ്മളെപ്പോലെയുള്ള ജഡത്തിൽ ജനിച്ച് നമ്മൾക്ക് വേണ്ടി പിശാചിനോട് പോരാടി ലോകത്തെ ജയിച്ചു. അവൻ നമ്മൾക്ക് വേണ്ടി ജയിച്ച ജയം നമ്മളുടേതായി മാറി. വിശ്വസിക്കുന്ന എല്ലാവർക്കും ഈ ജയത്തിൽ പങ്കാളികൾ ആകാം. യോഹന്നാൻ 16:33 മൂന്നാമത്തെ സന്ദേശം എങ്കിലും ധൈര്യപ്പെടുവീൻ എന്നതാണ്. നിങ്ങൾക്ക് എന്നിൽ സമാധാനം ഉണ്ടാകേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു.
യേശു പിശാചിനെയും ലോകത്തെയും ജയിച്ചതിനാൽ ലോകം നമ്മളെയും പരാജയപ്പെടുത്തുകയില്ല. ഈ വിശ്വാസം നമ്മളെ ധൈര്യപ്പെടുത്തുന്നത് ആണ്. ഇത് നമുക്ക് ക്രിസ്തുവിൽ സമാധാനം നൽകുന്നു. ഈ ലോകത്ത് നമുക്ക് കഷ്ടമുണ്ട്, അത് നമ്മളെ ക്ഷീണിപ്പിക്കാതെ ഇരിക്കുവാനും യേശുവിൽ സമാധാനം ഉണ്ടാകുവാനും വേണ്ടി അവൻ ഇതെല്ലാം നമ്മളോട് മുൻകൂട്ടി പറഞ്ഞിരിക്കുന്നു. ഒരു മഹാപുരോഹിതൻ ജനത്തിനു വേണ്ടി കഴിക്കുന്ന മധ്യസ്ഥ പ്രാർത്ഥന പോലെ അവന് വേണ്ടിയും ശിഷ്യന്മാർക്ക് വേണ്ടിയും ഭാവിയിൽ സഭയോട് ചേർക്കുന്ന എല്ലാവർക്കും വേണ്ടിയും പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് യേശുക്രിസ്തു അന്ത്യയാത്രാമൊഴി അവസാനിപ്പിക്കുന്നത്. ഇത് യോഹന്നാൻ 17-ാം അധ്യായത്തിൽ അന്ത്യയാത്രാമൊഴിയുടെ അവസാന ഭാഗമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതാണ് യേശു പറഞ്ഞതും രേഖപ്പെടുത്തപ്പെട്ടതുമായ ഏറ്റവും ദീർഘമായ പ്രാർത്ഥന. ഇതിനെ അന്ത്യപ്രാർത്ഥന എന്നും മഹാപുരോഹിത പ്രാർത്ഥന എന്നും വിളിക്കാറുണ്ട്. ദൈവസ്നേഹത്തിൽ എല്ലാ ശിഷ്യന്മാരും ഒന്നാകണം എന്ന് യേശു പ്രാർത്ഥിച്ചു. യേശുക്രിസ്തുവിന്റെ മഹാപുരോഹിത പ്രാർത്ഥനയെക്കുറിച്ച് പ്രത്യേകമായ ഒരു വീഡിയോയും ഈ ബുക്കും നമ്മൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിനാൽ അത് ഇവിടെ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല. വീഡിയോ കാണുവാൻ ആഗ്രഹിക്കുന്നവർ naphtalitribe.tv.com എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ഈ ബുക്ക് ആവശ്യമുള്ളവർക്ക് naphtalitribebooks.in എന്ന വെബ് സ്റ്റോറിൽ നിന്നും അത് സൗജന്യമായി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ 9961330751 എന്ന നമ്പറിൽ വാട്സാപ്പിലൂടെ ആവശ്യപ്പെടാവുന്നതാണ്. യേശുവിന്റെ അന്ത്യയാത്രാമൊഴിയെക്കുറിച്ചുള്ള ഈ ഹ്രസ്വ പഠനം ഞാനിവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.